അയാൾ മാറുന്നുണ്ട്, നല്ലൊരു മാറ്റമാണ്. പക്ഷെ അത് UDF-നോ LDF-നോ അനുകൂലമായിട്ടാണ്, BJP-ക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. അതിലൊക്കെ പിന്നെ ചർച്ച ചെയ്താൽ ഷാജി പണ്ട് പറഞ്ഞതൊന്നും ഞാൻ പറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തോട് പണ്ട് എനിക്കുണ്ടായിട്ടുള്ള നിലപാടിപ്പില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു കാര്യത്തിൽ കൂടി മാത്രമേ അയാൾ ഭേദഗതി വരുത്തിയാൽ മതി. ഏത് കാര്യമോ? മതമാണ് പ്രശ്നം. അതിൽ കൂടി അദ്ദേഹം ഭേദഗതി വരുത്തിയാൽ വളരെ വളരെ നന്നാവും. അയാൾ മാറുന്നുണ്ട്, നല്ലൊരു മാറ്റമാണ്. പക്ഷെ അത് UDF-നോ LDF-നോ അനുകൂലമായിട്ടാണ്, BJP-ക്ക് അനുകൂലമായിട്ടാണ് മാറുന്നത് എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ. ഒന്നും പ്രതികരിക്കുന്നേ ഇല്ലല്ലോ. കേന്ദ്രത്തിനെതിരായിട്ട് ഒരു ശബ്ദം നിങ്ങൾ ഈ ബഡ്ജറ്റിൽ കണ്ടോ? ഒരു ശബ്ദം ഈ ബഡ്ജറ്റിൽ കണ്ടോ? മാത്രവുമല്ല, ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് 5 കാര്യങ്ങൾ പറഞ്ഞതിൽ ഒരു കാര്യം നാമമാത്രമായി നടപ്പിലാക്കി. അതും അടുത്ത കൊല്ലം നമ്മൾക്ക് KSRTC-യിൽ വനിതകൾക്ക് സൗജന്യം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് കണ്ടറിയണം. കാരണം 1080 കോടി രൂപ വേണ്ട സ്ഥലത്ത് 600 കോടിയാണ് വെച്ചത്. 750 കോടി 7500 കോടി വേണ്ടുന്ന നമ്മുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസിന് വെച്ചിട്ടുള്ളത് പഠിക്കാൻ 10 കോടിയാണ്. അതില്ലല്ലോ. ഉണ്ടോ? ഇല്ലല്ലോ. ബഡ്ജറ്റിൽ ഇല്ലല്ലോ. 2000 3000 ആക്കുമെന്ന് പറഞ്ഞു, ബഡ്ജറ്റിലില്ലല്ലോ. ഉണ്ടോ? പെൺകുട്ടികൾക്ക് 1000 രൂപ പെർ മന്ത് കൊടുക്കുമെന്ന് പറഞ്ഞു, ബഡ്ജറ്റിലുണ്ടോ? യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പലിശയില്ലാതെ 5 ലക്ഷം കൊടുക്കുമെന്ന് പറഞ്ഞു, ഉണ്ടോ? ഈ 5 കാര്യങ്ങളും ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ തൊട്ടടുത്ത ക്യാബിനറ്റിൽ തീരുമാനിച്ച് ബഡ്ജറ്റിൻ്റെ ഭാഗമായി പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾ, കോൺഗ്രസിൻ്റെ ഉന്നതരായ നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ ഈ ജനതയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ട് നാമമാത്രമായിട്ട് ഒരു ഡിമാൻഡാണ് അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ജനങ്ങളെ പറഞ്ഞങ്ങ് പറ്റിച്ചു. പരിപൂർണമായും BJP-ക്കും RSS-നും വിധേയമായി നിൽക്കുന്നു. ഇപ്പം നോക്കൂ, നിങ്ങൾ ഒരു യൂണിവേഴ്സിറ്റിയിൽ ജൂനിയർ പോസ്റ്റായിട്ടുള്ള ഒരാളല്ലേ പിടിച്ചിട്ട് VC ആക്കുന്നത്. 19 എണ്ണത്തിനല്ലേ ഒറ്റയടിക്ക് BJP-ക്കാരനെ RSS-കാരനെ സെനറ്റിലേക്ക് എത്തിച്ചേ. ഒരക്ഷരം ഒന്ന് വായ തുറന്ന് പറയുന്നുണ്ടോ? കഴിഞ്ഞ 10 കൊല്ലം സംഘിൻ്റെ ആളാണ് പിണറായി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന ആൾക്കാരല്ലേ. തിരിച്ചു കിട്ടും. ഈ പ്രകൃതിയിലൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഈ ഷേക്സ്പിയറിയൻ കൃതികൾ വായിച്ചാൽ മനസ്സിലാവും. നെമിസിസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, പ്രതികാര ദേവത. എപ്പോഴെങ്കിലും തിരിച്ചടിക്കും, എപ്പോഴെങ്കിലും. അതാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. 1 മാസമല്ലേ ആയിട്ടുള്ളൂ. അതിനെ പറ്റിയിട്ടൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. പറഞ്ഞെടുക്കുന്നത് ഞങ്ങളില്ല എന്ന് പറഞ്ഞില്ല, പണ്ട് പറഞ്ഞ പോലെ ഒന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ലേ. പക്ഷെ എന്ത് പറഞ്ഞിട്ടാണോ വോട്ട് വാങ്ങിയത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ വഞ്ചനയാണ് കാട്ടിയിട്ടുള്ളതെന്നാണല്ലോ ഈ പറഞ്ഞതിൻ്റെ പരോക്ഷമായ അർത്ഥം. പറയാൻ പാടില്ലാത്തതായിരുന്നു ഞങ്ങൾ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൽ ഉറച്ചു നിൽക്കുന്നില്ല. പക്ഷേ പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വോട്ട് വാങ്ങിയിട്ട് ഇവിടെ എത്തിയത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ പരോക്ഷമായിട്ടുള്ള അർത്ഥം. ഓക്കെ, താങ്ക് യു.